നമസ്കാരം. കേരള വിഷൻ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയൊരു വാർത്താ ദിനത്തിൽ നിരവധി വാർത്തകളാണ് നമുക്ക് മുന്നിലുള്ളത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ അന്തിമ റിപ്പോർട്ട് ഇന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിക്ക് നൽകും. അതുപോലെ പാലിയേക്കരയിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഗാസയിലെ വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു. സമാധാനത്തിനുള്ള നൊബേൽ ഇന്ന് പ്രഖ്യാപിക്കും. ഡൊണാൾഡ് ട്രംപിന് പുരസ്കാരം കിട്ടുമോ എന്നതിലാണ് ആകാംക്ഷ. തുടങ്ങി നിരവധി വാർത്തകളുണ്ട്. ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. റിപ്പോർട്ടിൽ കൂടുതൽ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടെന്ന സൂചന. പൂർണ്ണ റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങും. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് റിപ്പോർട്ട് സമർപ്പിക്കുക മുദ്രവെച്ച കവറിൽ. തൃശൂർ പാലിയേക്കര ടോൾ പിരിവ് കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. മുരിങ്ങൂരിലെ സർവീസ് റോഡ് അടക്കമുള്ള പാതകളുടെ അറ്റകുറ്റപ്പണിയിലെ പുരോഗതി കളക്ടർ കോടതിയെ അറിയിക്കും. ടോൾ നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച തീരുമാനം ദേശീയപാത അതോറിറ്റിയും അറിയിക്കും. ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിന് അംഗീകാരം നൽകി ഇസ്രായേൽ മന്ത്രിസഭ. വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വരും. തിങ്കളാഴ്ചയോടെ ബന്ദികളുടെ കൈമാറ്റം ആരംഭിക്കുമെന്ന സൂചന. ഗാസയിലെങ്ങും ആഘോഷ പ്രകടനങ്ങളുമായി പലസ്തീൻ ജനത. അഭയാർത്ഥി ക്യാമ്പുകളിൽ മധുരം വിതരണം ചെയ്ത ജനങ്ങൾ. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. പുരസ്കാര പ്രഖ്യാപനം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30. ഫ്രാൻസിസ് മാർപ്പാപ്പ, മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ എന്നിവർ സാധ്യതാ പട്ടികയിൽ. ട്രംപിന് പുരസ്കാരം കിട്ടുമോ എന്നതിൽ ആകാംക്ഷ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ആദ്യ ടെസ്റ്റ് ജയിച്ച ഇന്ത്യ ഇറങ്ങുന്നത് പരമ്പര പിടിക്കാനുറച്ച് സമനില ലക്ഷ്യമിട്ട് വെസ്റ്റ് ഇൻഡീസ്. മത്സരം ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ.